1937 ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും മൗലാന മുഹമ്മദ് ആസാദും അടക്കമുള്ള 7-അംഗ പതാക കമ്മിറ്റി ചർക്ക ആലേഖനം ചെയ്ത കാവി പതാക ആർക്കു വേണ്ടിയായിരുന്നു അട്ടിമറിച്ചത്? ഇതെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടണം. മതമൗലികവാദത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു തുണ്ട് ഭൂമി മാത്രമായിരുന്നു. ചർക്ക ആലേഖനം ചെയ്ത കാവി പതാക അട്ടിമറിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യ നാണം കെട്ട് കീഴടങ്ങുകയാണ് ഉണ്ടായത്. 1986 രവീന്ദ്രനാഥ് ടാഗോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അപലപിച്ച് വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കാതെ തന്നെ കോൺഗ്രസ് കോൾഡ് സ്റ്റോറേജിൽ വെച്ചുകൊണ്ട് അത് ആർക്കു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത്? ഇത്തരമുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ KP ശശികല ടീച്ചർ രംഗത്ത് വരികയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ നാണം കെട്ട കീഴടങ്ങലിന് കോൺഗ്രസ് പ്രസ്ഥാനം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നതാണ് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരിയായ ശശികല ടീച്ചർ ഇവിടെ പങ്കുവയ്ക്കുന്നത്. വന്ദേ മാതരം തിരിച്ചു വരുന്ന ഈ കാലത്ത് കൂടുതൽ ചർച്ചകൾ വേണം. ഏകീകൃത സിവിൽ കോഡ്, ദേശീയ പതാക തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവ ചർച്ചകൾക്ക് വിധേയമാക്കണമെന്നും ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നടപ്പിലാക്കണമെന്നും ഇവിടെ ശശികല ടീച്ചർ ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ദശാബ്ദിയിൽ ഈ നാട് അതിന്റെ ഒരു പാരമ്പര്യ തനിമയിൽ തന്നെ ലോക ഗുരുസ്ഥാനത്തേക്ക് ഇവിടെ ഉയരണമെന്നും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ്. എന്തു തന്നെയായാലും ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. മതമൗലികവാദത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു തുണ്ട് ഭൂമി മാത്രമായിരുന്നോ? ഒരിക്കലുമല്ല. മുറിച്ചു കൊടുത്തു കഴിഞ്ഞ് നമുക്കായി കിട്ടിയ ഭാഗത്തിന്റെ ആ ഭാഗതയെ നിശ്ചയിക്കുന്നതിൽ പോലും ഭാഗം വാങ്ങി പോയവരുടെ ഉള്ള വിധേയത്വമാണ് പൂർണ്ണമായും പ്രതിഫലിച്ചത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ 2 രാഷ്ട്രം പിറന്നുവെങ്കിൽ ഒന്ന് മതേതര രാഷ്ട്രമായതെങ്ങനെ? ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് കിട്ടിയവർക്ക് ഇന്ത്യയിൽ തുല്യതയിൽ കൂടുതൽ അധികാരം നിശ്ചയിക്കപ്പെട്ടു. രാജ്യത്തിന്റെ ഘടന നിശ്ചയിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഭാഗം വാങ്ങിപ്പോയവർക്കായി തന്നെ എല്ലാം വിട്ടുവീഴ്ചയും ചെയ്തു. ശരിക്കും സ്വതന്ത്ര ഇന്ത്യയുടെ നാണം കെട്ട കീഴടങ്ങലിന് കോൺഗ്രസ് പ്രസ്ഥാനം പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ്. ഇന്ത്യക്കാർക്കെല്ലാം തന്നെ ഒരു സിവിൽ നിയമം എന്നത് ഭരണഘടനയുടെ നിർദ്ദിഷ്ട തത്വങ്ങളിൽ അവിടെ തല താഴ്ത്തിയിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു അത്? എന്തായിരുന്നു അതിന്റെ ധാർമ്മികത? മതനിയമം സിവിൽ നിയമമാക്കി കൊടുത്തിട്ടും ഒരു വിഭാഗം സംതൃപ്തരായോ? ദേശീയ പതാക അട്ടിമറിക്കപ്പെട്ടിട്ടില്ലേ? പാകിസ്ഥാൻ പോയ ഇന്ത്യക്ക് കാവി പതാക ദേശീയ പതാകയാക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടായിരുന്നില്ലേ? ബാധ്യതയുണ്ടായിരുന്നില്ലേ? 1937 ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും മൗലാന മുഹമ്മദ് ആസാദും അടക്കമുള്ള 7-അംഗ പതാക കമ്മിറ്റി ചർക്ക ആലേഖനം ചെയ്ത് കാവി പതാകയല്ലേ ശുപാർശ ചെയ്തത്? അത് അട്ടിമറിച്ചത് ആരാണ്? എന്തിന്? അപ്പുറത്ത് ചന്ദ്രക്കലയും നക്ഷത്രവും പച്ചയും ദേശീയ പതാകയായപ്പോൾ മറിഞ്ഞു വീഴാത്ത ഏത് ദന്തഗോപുരമായിരുന്നു ഇവിടെ കാവി ദേശീയ പതാകയാക്കിയാൽ മറിഞ്ഞു വീഴുമായിരുന്നത്? കാവി ആരെ പേടിച്ചിട്ടാണോ ഒഴിവാക്കിയത്? അവർക്ക് എന്നിട്ടും സംതൃപ്തരായോ? 1985 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1886 മുതൽ തന്നെ വന്ദേ മാതരം എന്ന ഗാനം ഉൾക്കൊണ്ടതല്ലേ? 1986 രവീന്ദ്രനാഥ് ടാഗോർ തന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ച ഗീതമല്ലേ വന്ദേ മാതരം? അന്ന് ആർക്കും അതിന്റെ അർത്ഥം അറിയുമായിരുന്നില്ലേ? 1905 മുതൽ തന്നെ ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ആവേശം വന്ദേ മാതരമായിരുന്നില്ലേ? ബ്രിട്ടീഷുകാർ വന്ദേ മാതരം നിരോധിച്ചപ്പോൾ ആയിരക്കണക്കിന് സ്വതന്ത്ര സമര സേനാനികൾ നിരന്നു നിന്നുകൊണ്ട് നിയമം ലംഘിച്ച് വന്ദേ മാതരം ആലപിച്ചില്ലേ? ആ വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കാതെ തന്നെ കോൺഗ്രസ് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ആർക്കു വേണ്ടിയാണ്? ആരെ പേടിച്ച്? വന്ദേ മാതരത്തിന്റെ ആവേശോജ്വലമായ ചരിത്രം അവകാശപ്പെടാനില്ലാത്ത, ഇന്നും അർത്ഥം നോക്കിയതിൽ നെറ്റിച്ചുളിക്കുന്ന ജനഗണമന എങ്ങനെ ആ സ്ഥാനം കരസ്ഥമാക്കി? വന്ദേ മാതരത്തെ ഒഴിവാക്കിയിട്ടും അവർ സംതൃപ്തരായോ? വന്ദേ മാതരം തിരിച്ചു വരുന്ന ഈ കാലത്ത് കൂടുതൽ ചർച്ചകൾ വേണം, തീരുമാനങ്ങൾ വേണം. ഏകീകൃത സിവിൽ കോഡ്, ദേശീയ പതാക തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവ ചർച്ചകൾക്ക് വിധേയമാക്കണം. ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കണം. സ്വാതന്ത്ര്യത്തിന്റെ ദശാബ്ദത്തിൽ ഈ നാട് അതിന്റെ പാരമ്യ തനിമയിൽ തന്നെ ലോക ഗുരുസ്ഥാനത്തേക്ക് ഉയരണം. ഇതായിരുന്നു അവർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.